ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക്, ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, അവരുടെ മനസ്സിൽ എന്തൊക്കെ ഫീലിങ്സ് ആണ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജെൻഡർലെസ്സുമാണ്, ടൈംലെസ് ആണ്. ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസൊനേറ്റ് ആവില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓക്കെ, നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ, അവരെന്താണ് നിങ്ങളെക്കുറിച്ച് ഫീൽ ചെയ്യുന്നത്. വാട്ട് ഡു ദേ തിങ്ക് അബൌട്ട് യു റൈറ്റ് നൗ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഓക്കെ ഡെഫിനറ്റ്ലി ഇപ്പോൾ അവർക്ക് അപ്രീഷിയബിളായിട്ടുള്ള ചില കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അവരെ അത്രയും അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളൊരു സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത്. അതായത് അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളോടും പൊരുത്തപ്പെട്ട് പോകാനും അതിനോട് അഗെയിൻസ്റ്റായിട്ട് ഫൈറ്റ് ചെയ്യാനും ഒക്കെ ശ്രമിക്കുന്നൊരു സാഹചര്യം, പല പല സാഹചര്യങ്ങളെ ഒരുപോലെ നേരിടേണ്ടി വരുന്നൊരു അവസ്ഥയാണ് അവർ കടന്നു പോകുന്നത്. അതിൽ അവർക്ക് നേട്ടങ്ങൾ വളരെ കുറവായിരിക്കാം. എപ്പോഴും അവർക്ക് ലൈഫിൽ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യം, വളരെയധികം കഷ്ടപ്പെടുന്നൊരു സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിൽ പോലും അവർ ഈ ഒരു പ്രണയ കാര്യങ്ങളിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയത്തിന് ഭയങ്കരമായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുന്നൊരു സമയമാണെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇവിടെ ഒരു അപ്രീസിയേഷൻ്റെ കാർഡ് വന്നിരിക്കുന്നത്. അവർ കുറേയധികം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് നല്ലത് മാത്രം അവർ ചിന്തിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആൻഡ് വിക്ടറി ഫോർ തേർഡ് പാർട്ടി എനർജിയിൽ നിന്നും ഒരു വിക്ടറി ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അതിനായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. അതായത് ഫിനാൻഷ്യലി ഉള്ള പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ അതിനെ ഓവർകം ചെയ്യാനായിട്ട് അവർ കഷ്ടപ്പെടുന്നുണ്ട്, അതിനുവേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. ഇനി ചില വ്യക്തികളാണെന്നുണ്ടെങ്കിലും അവരോട് അവർ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ആൻഡ് ഏഞ്ചൽ ഓഫ് സ്ട്രെങ്ത് ഫോർ അതായത് ഒരുപാട് തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ഈ ഏഞ്ചൽസിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. അതായത് ഇപ്പോൾ അവർ കുറച്ച് സ്ട്രെങ്ത് ഉണ്ടാവാൻ, അതായത് മെൻ്റലി ഫിസിക്കലി കുറച്ച് സ്ട്രോങ്ങർ ആവേണ്ട ഒരു സാഹചര്യമാണ് നിങ്ങളുടെ പേഴ്സണ്. അതിന് വേണ്ടിയിട്ടുള്ള അനുകൂലമായിട്ടുള്ള സിറ്റുവേഷൻസാണ് അവരുടെ ലൈഫിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ദ ടെമ്പിൾ പാത്ത് ഫോർ തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്കിടയിൽ പലർക്കും ഇതൊരു കാസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉള്ള ഒരു സിറ്റുവേഷൻ ആണെന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഒന്നിച്ച് കൊണ്ടുപോകുന്നതിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നു എന്ന് നിങ്ങൾ രണ്ടുപേരും മനസ്സിലാക്കിയിട്ടുണ്ടാവാം. പക്ഷേ ഇപ്പോൾ ആ വ്യക്തി അതിനെല്ലാം ഓവർകം ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങളിലാണ്. എന്ത് പോംവഴിയാണ് അതിനുള്ളത് എന്നൊക്കെ ഈ വ്യക്തി അന്വേഷിക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ. ആൻഡ് തീർച്ചയായിട്ടും ഈ ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ, ഇനി ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വരാൻ വേണ്ടിയിട്ട് ആ ഒരു ഏഞ്ചലിൻ്റെ ബ്ലെസ്സിങ് നിങ്ങൾക്ക് രണ്ടു പേർക്കുമുണ്ട്. ആർക്കേഞ്ചൽ മിഖായേലിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് രണ്ടു പേർക്കുമുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അർഹിക്കുന്ന രീതിയിലുള്ള ഒരു നീതി നിങ്ങളുടെ ലൈഫിൽ നടപ്പാകും. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാവിധ അനുഗ്രഹങ്ങളും ഏഞ്ചൽസിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. നിങ്ങൾക്ക് രണ്ടു പേർക്കും ഇപ്പോൾ സ്പിരിച്വലി ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്ന സമയം കൂടിയാണെന്ന് മനസ്സിലാക്കുക. ആൻഡ് പേഷ്യൻസ് ഫോർ മാൻ ഹോൾഡിങ് ഇൻ ഹാർട്ട്, നിങ്ങൾക്കായുള്ള പ്രണയവുമായിട്ട് ഈ വ്യക്തി വളരെയധികം ക്ഷമയോടുകൂടി തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നെക്സ്റ്റ് വന്നിരിക്കുന്ന കാർഡ്. അത്രയും ആ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നുണ്ട്, അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാവാൻ വേണ്ടിയിട്ട്. ഇനി ഫാമിലി മെമ്പേഴ്സ് ഒപ്പോസ് ചെയ്യുന്ന റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തി അവർ അനുകൂലമാകുന്നത് വരെയും വെയിറ്റ് ചെയ്യാനായിട്ട് തയ്യാറാവുന്നതായിട്ടും കാണുന്നുണ്ട്. ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഫോർ അവർ കുറേ കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ബെറ്റർ ലൈഫ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്, മേ ബി ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളോട് കുറേ കാര്യങ്ങൾ തമ്മിൽ ഷെയർ ചെയ്യാനും, അല്ലെങ്കിൽ ഫ്യൂച്ചർ പ്ലാൻസ് കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനൊക്കെ ആയിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്.
ആൻഡ് നെക്സ്റ്റ് ഈസ് യെസ്, തീർച്ചയായിട്ടും അവർക്ക് അവരുടെ ലൈഫിൽ ഇപ്പോൾ ഒരു 50% ആൾക്കാർക്കും ഈ ഒരു ഇഷ്യൂ വന്നിരിക്കുന്നത് ഫിനാൻഷ്യലായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണെന്നുണ്ടെങ്കിൽ അതിന് ഒരു പോസിറ്റീവായിട്ടുള്ള കാർഡാണ്. അതായത് അങ്ങനെയുള്ള ട്രബിൾസ് എല്ലാം മാറിപ്പോവാനുള്ള ചാൻസസ് ആണ് കാണുന്നത് ഫ്യൂച്ചറിൽ. അവർ വളരെയധികം സമ്പാദ്യമൊക്കെ ഉള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു ലൈഫൊക്കെ സപ്പോർട്ടൊക്കെ ചെയ്ത് തരുന്ന ഒരു വ്യക്തിയായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് ഇപ്പോഴുള്ള അവരുടെ സിറ്റുവേഷൻ വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും ആ വ്യക്തിയെ വാല്യൂ ചെയ്യരുത് എന്നാണ് ഇവിടെ കാണുന്നത്. ആൻഡ് നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ആ വ്യക്തി ഇപ്പോൾ ഉള്ള സാഹചര്യത്തിൽ, ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ അവരൊട്ടും തന്നെ സന്തോഷിച്ചിരിക്കുന്നില്ല, നിങ്ങളെ ഓർക്കാതിരിക്കുന്നില്ല, എപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമായിട്ടിരിക്കുകയാണ്. ആ വ്യക്തി നിങ്ങളുമായിട്ട് ചിലപ്പോൾ ചെറിയ കാര്യങ്ങൾക്കായിരിക്കാം പിണങ്ങി പോയിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്റ്റിൽ പോകുന്നത്. ആ സിറ്റുവേഷനിൽ അവരുടെ മനസ്സ് മറ്റൊന്നിലേക്കും പോകുന്നില്ല. നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട് ഉണ്ട്, ഈ വ്യക്തി കോണ്ടാക്റ്റ് ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ നിങ്ങളെ വിട്ടിട്ട് പോയോ, അല്ലെങ്കിൽ മറ്റ് സാഹചര്യങ്ങളിലേക്ക് പോയോ എന്നൊക്കെയുള്ള ഡൗട്ട് നിങ്ങൾക്ക് വേണ്ട. അവർ ഇപ്പോഴും നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷൻ മാറി അവർക്ക് അനുകൂലമാവാനായിട്ട് വെയിറ്റ് ചെയ്യാണ്. യെസ്, തേർഡ് പാർട്ടി എനർജിയാണ് നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾ എപ്പോഴും അത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെയുള്ളവർ കമൻറ്റ് ചെയ്യുക. അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തിയുടെ ഭാഗത്ത്, ഈ ഒരു റീഡിങ്ങിൽ നിന്നും മനസ്സിലാവുന്ന ഈ വ്യക്തിയുടെ ഭാഗത്ത് യാതൊരു തരത്തിലുള്ള മിസ്റ്റേക്കുകളും ഇല്ല. അതായത് ആ വ്യക്തിക്ക് ചില വ്യക്തികളോട് അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളോട് ഒപ്പോസ് ചെയ്യാനുള്ള ആ ഒരു മെൻ്റൽ സ്ട്രെങ്ത് ഇല്ലാത്തത് കൊണ്ടാണ് അവർ സൈലൻ്റ് ആയിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഡിസ്റ്റൻസിൽ ഇങ്ങനെ തുടർന്നു പോകുന്നത് എന്ന് മാത്രം മനസ്സിലാക്കുക. അല്ലാണ്ട് നിങ്ങൾ ചിന്തിക്കുന്ന പോലെയുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഈ റിലേഷൻഷിപ്പിൽ കാണുന്നില്ല. സോ നിങ്ങൾ തേർഡ് പാർട്ടി എനർജിയെ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്ത് നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ നെഗറ്റീവായിട്ട് മാനിഫെസ്റ്റ് ചെയ്യാണ്ടിരിക്കുക. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും കാര്യങ്ങളെല്ലാം പോസിറ്റീവായിട്ട് എടുക്കാൻ ശ്രമിക്കുക. ചെറിയ ചെറിയ കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് നമ്മുടെ ലൈഫിൽ തന്നെ ഒരുപാട് പേര് നമ്മളെ പല രീതിയിൽ പല രീതിയിൽ നമ്മളെ അവർ കാണുന്നുണ്ട്. അത് അവരുടെയൊക്കെ കാഴ്ചപ്പാട് മാത്രമാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലേ? നമുക്കറിയാം നമ്മൾ ആരാണ് എന്താണെന്നുള്ളത്. അതെപ്പോഴും നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുക. നിങ്ങൾ മറ്റൊരാൾ പറയുന്ന കേട്ടിട്ട് ഒരിക്കലും ഒരു കാര്യത്തെയും ഒരു വ്യക്തിയെയും വാല്യൂ ചെയ്യാനായിട്ട് പോകരുത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസൊണേറ്റ് ആവുന്നില്ല. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. റീഡിംഗ് ഇഷ്ടമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയുമായിട്ട് വീണ്ടും കാണും. അതുവരെയും ബൈ ബൈ.